ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു അരിദോശയും അതിന് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഈസി പൊട്ടറ്റോ കറി, അതാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ദോശ ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് നിറച്ചും വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം. തലേ ദിവസം രാത്രി ഇട്ട് വെച്ചിരുന്നാൽ മതി. നമുക്കിത് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാം. രാവിലെ ആയിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് നിറച്ചും തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടതിൽ ചെറിയൊരു തരിതരിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ അരയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടായി പോകരുത്. ഞാൻ എടുത്ത ചോറ് ഫ്രിഡ്ജിൽ വെച്ച ഇന്നലത്തെ ചോറാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല തണുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ചൂടാവില്ല. ഐസ് വാട്ടർ വേണമെങ്കിലും ഒഴിച്ച് അരച്ചെടുക്കാം. മാവ് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ ശരിയാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തരുതരിപ്പൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല, എന്നാൽ കട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യരുത്. കുറച്ച് തിന്നായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. പെട്ടെന്നായി വരും കേട്ടോ ഈ ഒരു ദോശ. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ തന്നെ ഒന്ന് തുറന്നു നോക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് എല്ലാം മാവൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടും ഒരുപാട് സമയം വെക്കുകയേ വേണ്ട, തിരിച്ചിട്ട് ഉടനെ തന്നെ എടുക്കാം. വേണമെങ്കിൽ തിരിച്ചിട്ട് ഒരു 30 സെക്കൻഡ് അടച്ചു വെച്ചിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതായിട്ടുണ്ട്, നമുക്കിങ്ങനെ എടുക്കാം. ഇത് പിന്നെ എടുത്ത ഉടനെ തന്നെ നമ്മളിതൊരു കാസറോളിലോ അല്ലെങ്കിൽ എയർടൈറ്റ് ആയിട്ട് ഉള്ള അടപ്പുള്ള ഒരു പാത്രത്തിലോ ഇട്ട് അടച്ചു വെക്കുകയാണ് നല്ലത്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. ചൂടോടെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് അടുത്ത മാവും കോരി ഒഴിച്ചു കൊടുക്കാം. അതും ആയിട്ടുണ്ട്. അത് നമുക്ക് കാസറോളിലിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു റെസിപ്പിയൊന്നുമല്ല, പണ്ടൊക്കെ മുതലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അരിദോശ എന്ന് പലരും പല പേരിലൊക്കെ പറയുന്ന ഒരു ദോശയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ്. നമുക്ക് ഇതിനെ കൂട്ടാനായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി എടുക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ 1/2 കിലോ ഉണ്ട് 2 ഉരുളക്കിഴങ്ങ് തന്നെ. മീഡിയം സൈസ് ആണെങ്കിൽ 4 എടുക്കാം. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയതായതുകൊണ്ട് 2ആയിട്ട് മുറിച്ചിടുന്നുണ്ട്, ഇല്ലെങ്കിൽ മുറിക്കണമെന്നില്ല. അതിലേക്ക് നെകക്കെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 3-4 വിസിലിന് നമുക്ക് ഓഫാക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ പൊടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെക്കാം, ഒന്നും ആവുമൊന്നുമില്ല. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അതൊന്നിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. ഒരുപാട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 2 സവാള നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് എടുത്തതിൻ്റെ പകുതിയോളം മതിയാകും. 4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ കിടക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവരുത് കേട്ടോ, അതിനൊരു ട്രാൻസ്ലൂസൻ്റ് ആയിരുന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണും കുറച്ചും കൂടെ ഉണ്ട്, 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല. അതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കിയിരുന്നാൽ മതി. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് വലിയ തക്കാളി വേണ്ട, ചെറുത് മതി. അതും ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തങ്ങ് എടുത്തിരുന്നാൽ മതി. പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും. അതുപോലെ തന്നെ സവാളയും നമുക്ക് വഴറ്റുന്ന സമയത്ത് നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ. പിന്നെ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാലൊക്കെ ടേസ്റ്റ് മാറിപ്പോവും. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്ത് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക്
ഒരു 2 കപ്പൊക്കെ വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ കിടന്ന്, ആ വെള്ളത്തിൽ കിടന്ന് ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം ഒന്ന് വെന്ത് വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ തുറന്ന് നോക്കുമ്പം പാകത്തിന് വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് തിക്കായി പോകണ്ട, ഒരു വെള്ളം ചാറോട് കൂടി തന്നെ നമുക്കങ്ങ് എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കിടക്കട്ടെ. നമുക്ക് ഏറ്റവും അവസാനം അതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലുമാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോൾ. പെരുംജീരകപ്പൊടി ഇട്ടതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ഈസി പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും നൈസ് പത്തിരിക്കും ഈ ഒരു അരി ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം. അതിലേക്ക് തന്നെ ഇരുന്നിട്ട് മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ. പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഇതാ കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അരിദോശ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന അരിദോശയാണ്. നമ്മൾ കാസറോളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ ചോറ്റുപാത്രത്തിലോ അങ്ങനെ എന്തെങ്കിലും അടച്ച് വെച്ചിരുന്നാൽ മതി. ഇത് നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് മാവ് ചൂടായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിയായിരിക്കും ഇത് ദോശ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ദോശയാണ്, നല്ല സോഫ്റ്റാണ്. ഇതിനിപ്പം അത്ര വലിയ പുതുമയൊന്നുമില്ല. ഇതൊക്കെ നാട്ടുമ്പുറങ്ങളിൽ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ റെസിപ്പി തന്നെയാണ്. എന്നാലും ഒരുപാട് പേര് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം. കറി കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഒരുപാട് തിക്കായി പോയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. നമുക്ക് പത്തിരി എടുക്കാം. പത്തിരിയല്ല, അരിദോശ. കാണുമ്പോൾ ശരിക്കും പത്തിരി പോലെ ഉണ്ട്, കഴിക്കാനും പത്തിരിയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? കറിയിലിങ്ങനെ പൊതിഞ്ഞ് കഴിക്കട്ടെ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടപ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണെന്നൊന്നും പറയുകയില്ല. അപ്പോൾ ഇതുപോലത്തെ ദോശയും ഈ ഒരു കറിയും ഈ ഒരു കോമ്പിനേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.